നമ്മളിപ്പോൾ ഡൽഹിയിൽ നമ്മളൊരു മുഖ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും. പക്ഷെ നമ്മളെല്ലാവരും കണ്ണുപൂട്ടി ഇരിക്കുകയാണ്. എന്തിനാണ് ഡൽഹിയിൽ വിദ്യാർത്ഥികൾ സമരം നടത്തുന്നത്? നമ്മളെ നീറ്റ്, അതേപോലെ ജെറ്റ്, അങ്ങനെ ഒരുപാട് പരീക്ഷകളുണ്ട് കേന്ദ്രവുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റിൽ വരണം. അപ്പോഴാണ് ഇന്ത്യയിൽ എവിടെ ചെന്ന് നമുക്ക് ചേർന്ന് പഠിക്കാൻ പറ്റുള്ളൂ. അതിന് നടന്ന ക്രമക്കേടുകൾക്കെതിരെ ചോദ്യം ചെയ്യുന്ന വിദ്യാർത്ഥികളെ തല പൊട്ടിച്ചും പരിക്കുകൾ ഏൽപ്പിച്ചുകൊണ്ടും ഭയാനകമായ രീതിയിലാണ് പോലീസും CRPയും എല്ലാ പോലീസ് സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ സമരത്തിൻ്റെ എതിരെ ചെയ്യുന്നത്. പക്ഷേ നമ്മളെല്ലാവരും പഠിക്കുന്നു, നമ്മളെ മക്കളെല്ലാവരും പഠിക്കുന്നു. എൻ്റെ മക്കളും പഠിക്കുന്നു, നിങ്ങളുടെ മക്കളും പഠിക്കുന്നു. ഇനിയും പഠിക്കാനുമുണ്ട് നമ്മളെ മക്കൾ. അവരുടെ ഭാവിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഇപ്പോഴുള്ള തലമുറ സമരം ചെയ്യുന്നത്. ആ സമരത്തിന് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ നമ്മളെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖല ആകെ കലുഷിതമായ രീതിയിൽ പോകുകയും നമ്മളെ മക്കൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുകയും ചെയ്താൽ അതിനുള്ള ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. മുണ്ടാതിരിക്കുന്ന നമ്മൾ തന്നെയാണ്. അതിശക്തമായ നിലയിൽ പ്രതിഷേധിക്കുക, സമരങ്ങളിൽ പങ്കാളികളാകുക, സ്വന്തം മക്കളുടെ ഭാവിക്ക് സുരക്ഷിതത്വമുണ്ടാക്കുവാൻ അവനവൻ തന്നെ സ്വന്തം രംഗത്തേക്ക് ഇറങ്ങിക്കൊണ്ട് മാതൃക കാണിക്കുക. സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വ ബോധത്തിൽ നിന്ന് നമ്മളാരും ഒളിഞ്ഞു മാറാതെ പോലീസിൻ്റെ കാഠിന്യമേറിയ മർദ്ദനത്തിൻ്റെതിരെ അതിശക്തമായ പോരാട്ടത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹമേ, നിങ്ങൾക്കൊരു ബിഗ് സലോട്ട്. ഇൻഖിലാബ് സിന്ദാബാദ്, ഇൻഖിലാബ് സിന്ദാബാദ്. അപ്പം നമ്മളെല്ലാവരും നിരാഹാരം കടക്കുന്നവരുണ്ട്. അവരുടെ ആരോഗ്യത്തിനും നമ്മൾ പ്രവർത്തിക്കുക. ഉടനെ സമരം കത്തിജ്വലിച്ചുകൊണ്ട് മുമ്പോട്ട് പോകട്ടെ. ഒരാളടിച്ചമർത്തിയാൽ 1000 പേർ ഉയരുകയും 1000 പേർ അടിച്ചമർത്തിയാൽ ലക്ഷങ്ങൾ ഉയരുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിദ്യാർത്ഥി സമരത്തെയും അടിച്ചമർത്താൻ ഒരു ഏകാധിപത്യ ഭരണത്തിനും സാധിക്കുകയില്ല. അതാണ് നമ്മളെ മുൻ തലമുറകൾ നമ്മളെ പഠിപ്പിച്ചു തന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും സമരമുഖത്തിലേക്ക് ഉയരുക, സമരമുഖങ്ങളിലേക്ക് ഇറങ്ങുക. ഇൻഖിലാബ് സിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. സമരം വിജയിക്കട്ടെ. ഇൻഖിലാബ് സിന്ദാബാദ്, ഇൻഖിലാബ് സിന്ദാബാദ്. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്.